കേരള ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ പത്മകുമാർ. എന്നോടൊപ്പം ഉള്ളത് സോണി കല്ലറയ്ക്കൽ. ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം IB ഓഫീസറെ കുറിച്ചാണ്. തിരുവനന്തപുരത്ത് റെയിൽവേ ട്രാക്കിൽ മരിച്ച് കിടന്ന IB ഓഫീസർ, ഇപ്പോൾ പേര് വെളിപ്പെടുത്താൻ പാടില്ല എന്ന് ഒരു നിയമമുണ്ട്, അതുകൊണ്ട് പേര് വെളിപ്പെടുത്തുന്നില്ല. IB ഓഫീസർ അവരുടെ മരണവുമായി ബന്ധപ്പെട്ട് ആ കുടുംബം അനുഭവിക്കുന്ന വേദന, അതാണ് നമ്മളിന്ന് പങ്കുവെക്കുന്നത്. സോണി, ഇതിനെ സംബന്ധിച്ച് എന്താണ് നമുക്ക് ഇവരുടെ മുന്നിൽ വെക്കാനുള്ളത്? നമ്മൾ രണ്ടുപേരും കൂടെ ഈ IB ഓഫീസറുടെ വീട്ടിൽ പോയിരുന്നല്ലോ. ഈ ഒരു വാർത്ത അറിഞ്ഞിട്ട് ഒരു നിസ്സഹായനായ ഒരു പിതാവിനെയാണ് എനിക്കവിടെ കാണാൻ സാധിച്ചത്. മാധ്യമങ്ങൾക്ക് മുന്നിൽ സ്വന്തം മകളുടെ നീതിക്ക് വേണ്ടി വളരെ സത്യസന്ധമായി കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന, തനിക്ക് മറ്റാരും തുണയില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കാര്യങ്ങൾ വിശദമായി അവതരിപ്പിച്ചുകൊണ്ട് ആരെങ്കിലും തനിക്ക് രക്ഷയ്ക്ക് എത്തുമോ എന്ന് പ്രതീക്ഷിച്ച് നിൽക്കുന്ന ഒരു മനുഷ്യനെയാണ് എനിക്കിവിടെ കാണാൻ സാധിച്ചത്. അവിടെ ശരിയായിട്ടും ഒരു മനുഷ്യൻ, നമ്മളിപ്പോൾ അയാളെ ദയനീയമായിട്ട് നോക്കുമ്പോൾ അദ്ദേഹം നമ്മളോട് ചോദിക്കുകയാണ്, ഇനി എന്തെനിക്ക് നഷ്ടപ്പെടാനുള്ളത്? എനിക്ക് ഇനി ഒന്നും നഷ്ടപ്പെടാനില്ലല്ലോ. നമ്മൾ ശരിയായിട്ടും അവരൊക്കെ അഭിമാനികളായിട്ട് നാട്ടിൽ അറിയപ്പെടുന്ന, നാട്ടിലെ ഏറ്റവും നല്ല ആൾക്കാരുടെ കൂട്ടത്തിൽ ആർക്കും വന്ന് സംസാരിക്കാവുന്ന, വളരെ കാലം IT-യുടെ പ്രിൻസിപ്പളായിട്ടിരുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തോട് ജനങ്ങൾക്കെല്ലാം, അവിടുത്തെ ആൾക്കാർക്കെല്ലാം ബഹുമാനവും സ്നേഹവുമാണ്. വളരെ മിതമായിട്ട്, വളരെ ശബ്ദം കുറച്ച് മാത്രം സംസാരിക്കുന്ന ഒരു നല്ല മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ വേദന എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടു നിൽക്കാനാവില്ല. അപ്പം ഞങ്ങൾ സ്വകാര്യ സംഭാഷണത്തിൽ ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതിനെക്കുറിച്ച് ഇനി എനിക്ക് എന്താണ് നഷ്ടപ്പെടാനുള്ളത്? എനിക്ക് നഷ്ടപ്പെടാനുള്ള വിലപ്പെട്ടതെല്ലാം നഷ്ടപ്പെട്ടില്ലേ? പിന്നെ ഞാൻ ഇതൊക്കെ മറച്ചു വെച്ചിട്ട് എന്താണ്? ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് മറയ്ക്കുന്നത് ചില കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അത് കോടതിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് കേസിന് ദോഷം ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള ചെറിയ ചില്ലറ കാര്യങ്ങൾ ഒഴിച്ചാണ് ബാക്കിയെല്ലാം ആണ് നിങ്ങളോട് പറയുന്നതെന്ന് പറയുകയാണ്. അദ്ദേഹം ഊർജ്ജസ്വലനായി നിന്നതുകൊണ്ടാണ് ഈ കേസ് വെറും ആത്മഹത്യയായി പോകാതിരുന്നത്. ആദ്യ ദിവസം തന്നെ ഈ റെയിൽവേ ട്രാക്കിൽ IB ഉദ്യോഗസ്ഥയുടെ ബോഡി കിടക്കുമ്പോൾ അതേ സമയത്ത് IB-യിലെ ഉദ്യോഗസ്ഥർ ഈ സുഗാം സുരേഷിനെ ഒരു ദിവസം നിരീക്ഷണത്തിൽ വെച്ചിരുന്നു. ഇവരുടെ കാമുകനാണ് എന്നറിയാവുന്നത് കൊണ്ട് തന്നെ നിരീക്ഷണത്തിൽ വെച്ചിരുന്നു. ആ നിരീക്ഷണത്തിൽ വെച്ചിട്ട് 24 മണിക്കൂർ അവർ വിടുകയും ചെയ്തു. എന്നാൽ ഈ സമയത്തൊക്കെ പോലീസ് വേണ്ട രീതിയിൽ ശ്രദ്ധിച്ച് പോലീസിന് ഇവർക്ക് IB ഉദ്യോഗസ്ഥരുടെ കയ്യിൽ നിന്ന് ഈ സുഗാം സുരേഷിനെ വിളിച്ചു വരുത്തി അത് ചോദ്യം ചെയ്ത് ഫോണും മറ്റ് ലാപ്ടോപ്പുകളും ഒക്കെ പിടിച്ചെടുത്ത് സംരക്ഷിക്കേണ്ടതായിരുന്നു. അങ്ങനെ ഒരു കൃത്യം അവർ ചെയ്തില്ല. ഫോണിലെ രേഖകൾ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറയുകയാണ്. അപ്പോൾ അതുകൂടാതെ ഇത്ര ദിവസമായി നമുക്ക് നിസ്സാരമായി നമ്മുടെ കമൻറ്റുകളിൽ നിന്ന് കാണുന്ന ഒരു കാര്യമുണ്ട്, ബോച്ചയെ പിടിക്കാൻ നിങ്ങൾക്ക് 24 മണിക്കൂർ പോലും വേണ്ടി വന്നില്ലല്ലോ. എന്നിട്ട് ഈ കൊലയാളിയെ പിടിക്കാനായിട്ട്, അതായത് ഒരു ബോച്ച എന്ന് പറയുന്ന ഒരാൾ ഒരു സിനിമാ നടിക്കെതിരെ ഒരു കമൻറ്റ് പറഞ്ഞതിൽ ഉള്ള പ്രശ്നത്തിന് വേണ്ടിയിട്ടാണ് ഒരു പോലീസ് ഓടിച്ചെന്ന് അതിലെ കിടക്കപ്പായിൽ നിന്ന് പൊക്കി അകത്ത് കൊണ്ടുവന്നത്. ഇപ്പം 10 ദിവസത്തോളം ആകാൻ പോവുകയാണ്. അവളുടെ 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ തട്ടിയെടുത്ത് അവളെ പിച്ചി ചീന്തി അവളോടൊപ്പം അവളെ കൊണ്ടു നടന്ന് പീഡിപ്പിച്ച് അതിനുശേഷം വിവാഹ വാഗ്ദാനം നൽകിയ ആൾ തന്നെ വിവാഹ വാഗ്ദാനത്തിൽ നിന്ന് പിന്മാറി മറ്റൊരു ക്ഷണക്കത്ത് കാണിച്ച്, എനിക്ക് വിവാഹം നിശ്ചയിച്ചിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ ഇനിയും എൻ്റെ പിന്നാലെ വരണ്ട എന്ന് പറഞ്ഞിട്ട് വിവാഹ ക്ഷണക്കത്ത് കാണിച്ച് അവളെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നു. അവളുടെ മാതാവിനെ വിളിച്ചിട്ട് ഈ കുട്ടി എൻ്റെ പുറകെ നടക്കുകയാണ്, അതുകൊണ്ട് ദയവ് ചെയ്ത് ഇവളോട് പിന്തിരിക്കാൻ പറയൂ എന്ന് ഇടയ്ക്കിടയ്ക്ക് ഫോൺ ചെയ്ത് പറയുന്നതിന് അടുത്ത ദിവസം ഇവളുമായി കറങ്ങാനായിട്ട് ഇദ്ദേഹം യാത്ര ചെയ്യുന്നു. അപ്പോൾ ഇത്രയും ക്രിമിനലായിട്ടുള്ള ഒരാൾക്ക് ഇത്രയും ദിവസമായി പിടിക്കാൻ കഴിഞ്ഞില്ല. അതാണ് ഈ കമൻറ്റുകളിലൂടെ ചോദിക്കുന്നത്, ബോച്ചയെ നിങ്ങൾക്ക് പിടിക്കാമെങ്കിൽ എന്തുകൊണ്ട് പിടിച്ചുകൂടാ? അപ്പോൾ ഇതിനകത്ത് പോലീസ് കാണിച്ച ഈ IB ഉദ്യോഗസ്ഥയുടെ റൂം പോലീസ് പരിശോധിച്ചു. പോലീസ് എല്ലാം അരിച്ചുപെറുക്കി പരിശോധിച്ചതിന് ശേഷമാണ് താക്കോല് പിതാവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നത്. പിതാവ് ഉടൻ തന്നെ അതിനകത്ത് കയറി. അവിടെ കയറി പോലീസ് നടത്തിയതുപോലെ തന്നെ പരീക്ഷണം നടത്തിയപ്പോൾ അവരുടെ ബാഗിൽ നിന്ന് ഒരു വലിയ ഹോസ്പിറ്റലിൻ്റെ ബില്ലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത കാർഡും ഇതെല്ലാം ലഭിക്കുകയാണ്. അതിനകത്ത് കുറേ ഗുളികകൾ ഉണ്ടായിരുന്നു. ആ ഗുളികകളൊക്കെ ഉടൻ തന്നെ പുള്ളി പേര് ഇതിനടിച്ചു കൊടുത്തു. അപ്പോഴാണ് ഗർഭചിത്രത്തിനുള്ള ഗുളികളാണ്, അതിനുശേഷം കഴിക്കുന്ന ഗുളികളാണ് ഇത് എന്ന് മനസ്സിലാക്കിയത്. ഈ ട്രീറ്റ്മെൻറ്റ് നടത്തുന്നത് അവർ ഹോസ്പിറ്റലുമായിട്ട് നേരിട്ട് പോയി അന്വേഷിച്ചു. അപ്പോൾ ഇത് അങ്ങനെ ഒരു ഗർഭചിത്രം അവിടെ നടത്തിയിരിക്കുന്നു എന്ന് ബോധ്യപ്പെട്ടു. ഇത് ആരാണ് ചെയ്യേണ്ടത്? ഇതൊരു പിതാവിൻ്റെ കടമയല്ല. സ്വന്തം സ്നേഹിച്ചു വളർത്തിയ ഏക മകൾ മരണപ്പെട്ട് സ്വന്തം വീട്ടിൽ വന്ന് കിടക്കുമ്പോൾ ഒരു അച്ഛൻ ഇത്ര ധൈര്യമായിട്ട് ആ ഹൃദയത്തിൽ ആ വേദന സഹിച്ചുകൊണ്ട് ഈ അന്വേഷണത്തിൻ്റെ പിന്നാലെ സ്വന്തം ബുദ്ധിയുണ്ട് ഇറങ്ങിത്തിരിച്ചത് കൊണ്ട് മാത്രമല്ലേ ഈ പോലീസ് ഇന്ന് ഞാൻ നിൽക്കുന്നത്. എന്നിട്ടും ഈ സുഗാന്തിനെ ഇന്ന് ഒളിവിൽ, സുഗാന്തും ഒരു കുടുംബത്തിലെ 3 പേര്, അച്ഛൻ, അമ്മ, ഈ സുഗാന്ത്, ഇത്രയും പേര് ഒളിവിൽ പോയിട്ട് ഈ കുടുംബത്തിനെ, ഈ ആളിനെ കണ്ടെത്താൻ കഴിയുന്നില്ല.
അവരുടെ ഫോൺ എവിടെ ഓണായി എന്ന് പറയുന്നു. ആ ഓണാകുമ്പോൾ ആ സ്ഥലങ്ങളിലൊക്കെ നിരീക്ഷണം ഏർപ്പെടുത്തി. എന്തുകൊണ്ട് പോലീസിന് ഇത് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല? തീർച്ചയായിട്ടും ഇതിനകത്ത് ശക്തമായ ഒളിച്ചുകളി നടക്കുന്നുണ്ട്. ഇതിനകത്ത് ഒരിക്കലും ഈ IB ഉദ്യോഗസ്ഥയ്ക്ക് നീതി കിട്ടണമെന്ന് പോലീസ് കൃത്യമായി കരുതിയിട്ടില്ല. പക്ഷേ ഒരു കാരണവശാലും IB ഉദ്യോഗസ്ഥയുടെ പിതാവ് ഒരു മാധ്യമത്തിനോടും പോലീസിന്റെ അനാസ്ഥയെക്കുറിച്ച് പറഞ്ഞില്ല. ഞങ്ങൾ മാധ്യമപ്രവർത്തകർ ചൂണ്ടിക്കാണിച്ചു അതെന്താണ് അങ്ങനെ സംഭവിക്കുന്നത്, അത് അങ്ങനെ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഇവിടുത്തെ രേഖകളൊക്കെ അവിടെ നിന്ന് കിട്ടിയ രേഖകളൊക്കെ ആ മുറിയിൽ നിന്ന് കിട്ടിയതാണ്. അദ്ദേഹം പറഞ്ഞു ഇവിടുന്നും കിട്ടിയെന്നാണ് പറഞ്ഞത്. അവിടുന്ന് ആ മുറിയിൽ നിന്ന് കിട്ടിയ രേഖകളാണ്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഈ കേസ് അന്വേഷിച്ച് വികലമാക്കി ഈ ആർക്കും ഒരു പെൺകുട്ടിയുമായി അവൾക്ക് വിവാഹ വാഗ്ദാനം കൊടുത്ത് അവളെ പറ്റിച്ച് അവളുടെ പണവും അടിച്ചു മാറ്റി ഇങ്ങനെ ജീവിക്കാനുള്ള ഒരു അവസരം ആണ് ഈ പോലീസ് ഇപ്പം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സോണി, എന്താ ഇതിനെക്കുറിച്ച്, ഈ പോലീസിന്റെ അനാസ്ഥയെക്കുറിച്ച് ജനങ്ങൾ മനസ്സിലാക്കുന്നത്? ഇത് പോലീസിന്റെ വിശ്വാസ്യതയ്ക്ക് അവർ പൊന്തുപോലാണ് വെക്കാറുള്ളത്. പോലീസ് എപ്പോഴും, കേരള പോലീസിനെ സംബന്ധിച്ച് എപ്പോഴും പൊന്തിപോൽ വെക്കുന്ന പോലീസ് എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതൊക്കെ എങ്ങനെയാണ് ഇതിനെ കണക്കാക്കുന്നത്? അച്ഛനും അമ്മയ്ക്കും ഒരൊറ്റ ഒരു മകളായിരുന്നു IB ഉദ്യോഗസ്ഥ. ആ മകൾക്ക് വേണ്ടി ഒരുപാട് പണം അവർ കരുതി കൂട്ടിയിട്ടുണ്ടായിരുന്നു. ഒരിക്കലും ഈ മകളുടെ ശമ്പളത്തിൽ നിന്ന് 1 രൂപ പോലും ഈ അപ്പനും അമ്മയും വാങ്ങിയിട്ടില്ല. അങ്ങോട്ടായിരുന്നു പല ആവശ്യങ്ങൾക്ക് വേണ്ടി പൈസ കൊടുത്തുകൊണ്ടിരുന്നത്. ഒരു പണം പോലും ഞങ്ങൾ കൈപ്പറ്റിയിട്ടില്ല എന്ന് ആ പിതാവ് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുന്നത് ഞാൻ കേട്ടു. മകളെ കല്യാണം കഴിപ്പിച്ചു വിടാൻ വേണ്ടി അവർക്കൊരു വലിയൊരു സമ്പാദ്യം ഉണ്ടായിരുന്നു. ഇനി അത് ഞങ്ങൾക്ക് ആർക്കും വേണ്ടി ഉപയോഗിക്കേണ്ട, ഇനി ഞങ്ങളുടെ മോൾക്ക് നീതി ലഭിക്കാൻ വേണ്ടി ഈ പണം ഉപയോഗിക്കുമെന്നാണ് ആ പിതാവ് പറയുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട എന്താ കാര്യം? തീർച്ചയായിട്ടും ആരില്ലെങ്കിൽ പോലും ഞാൻ ഇറങ്ങി നീതി നടത്തും എന്നാണ് ആ പിതാവിന്റെ വാക്കിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അത് തന്നെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും ഈ പോലീസിന്റെ അനാസ്ഥ. ഒപ്പം തന്നെ ഈ പിതാവിനെ പറ്റി നാട്ടുകാർക്ക് യാതൊരു എതിരഭിപ്രായമില്ല. എല്ലാവരും പറയുന്നത് എത്രയോ നല്ല മനുഷ്യരായിരുന്നു ഇവരെന്നാണ്. ഈ അപ്പനും അമ്മയും എങ്ങനെ ഇനി വരും കാലങ്ങളിൽ സഹിക്കും? ഇവരാർക്ക് വേണ്ടി ജീവിക്കുന്നു എന്ന് പറഞ്ഞൊരു വലിയൊരു വീട്ടമ്മ പൊട്ടിക്കരയും നമ്മൾ കണ്ടതാണ്. നമ്മുടെ വീഡിയോയിൽ അത് കാണിക്കുകയും ചെയ്തു. എല്ലാ പെൺകുട്ടികൾക്കും ഇതൊരു പാഠമാകട്ടെ. നമ്മൾ വിശ്വസിക്കുന്ന പല ചെറുപ്പക്കാരും അല്ലെങ്കിൽ കാമുകന്മാരെന്ന് നടിക്കുന്ന പല ചെറുപ്പക്കാരും ഉള്ളിൽ പിശാചുക്കളായിരിക്കും. നിങ്ങളെ ഒരു പെൺകുട്ടിയെ മാത്രമല്ല, അവർക്ക് പല പെൺകുട്ടികളിലുമായിട്ട് ഇടപാടുകൾ ഉണ്ടായി. ഈ IB ഉദ്യോഗസ്ഥയുടെ പണം മുഴുവൻ കൈപ്പറ്റിക്കൊണ്ടിരുന്നത് സുരേഷ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനായിരുന്നു. അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. ഫ്ലൈറ്റ് യാത്ര പോലും നടത്തിയിട്ടുണ്ടായിരുന്നു ബാംഗ്ലൂരിലേക്കും ഒക്കെ. ഇതൊക്കെ പിന്നീടാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇതൊക്കെ ഈ IB ഉദ്യോഗസ്ഥയുടെ അപ്പന്റെ മിടുക്കുകൊണ്ട് മാത്രമാണ് ഇത്തരം കാര്യങ്ങളെങ്കിലും മനസ്സിലാക്കാനും വ്യക്തത വരുവാനും ഇടയായത്. അമ്മയുടെ മൊഴി എടുക്കാനായിട്ട് 1 ആഴ്ച കഴിഞ്ഞിട്ടാണ് അമ്മയുടെ മൊഴി എടുക്കുന്നത്. കാരണം അവർ പറയുന്നത് അമ്മയ്ക്ക് അയ്യല്ലോ, അമ്മ എണ്ണീക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ്. എത്രയും പെട്ടെന്ന് ഒരു പെൺകുട്ടിയുടെ മരണം എന്ന് പറയുന്നത് ആദ്യം സംസാരിക്കേണ്ടത് ഒരു മാതാവിനോട് തന്നെയാണ്. ഏതെങ്കിലും ഒരു പോലീസിലുള്ള എത്രയോ സ്ത്രീകൾ ഇന്നുണ്ട്. അവരാരെങ്കിലും വന്നിട്ട് സമാധാനമായിട്ട് സംസാരിച്ച് അവർക്ക് വെള്ളമൊക്കെ കൊടുത്ത് അവരോട് ഈ കാര്യങ്ങൾ ചോദിച്ച് അറിഞ്ഞ് അതനുസരിച്ച് അന്വേഷണം പുരോഗമിപ്പിക്കേണ്ടതിന് പകരം ഒരു പ്രതിക്ക് തെളിവ് നശിപ്പിക്കാൻ ഇത്രയും അധികം അവസരം ഒരു പോലീസ് കൊടുക്കാൻ പാടില്ല. ഇത് വളരെ തെറ്റായ സന്ദേശമാണ്. ഈ പോലീസിനെ കുറിച്ചുള്ള വിശ്വാസ്യതയാണ് ഇവിടെ നശിക്കുന്നത്. ഇത്രയധികം അനാസ്ഥയാണ്. ഈ അമ്മയുടെ കാര്യം പറഞ്ഞാൽ അമ്മ തളർന്നു കിടക്കുകയാണ്. ആ സ്ത്രീയെ ഒന്ന് സമാധാനിപ്പിക്കാൻ അവർക്ക് കഴിയുന്നില്ല. അമ്മയായിട്ടൊരു അഭിമുഖത്തിന് വേണ്ടി ഞങ്ങളൊരു അവസരം ചോദിച്ചു. അപ്പോൾ ആ നിസ്സഹായനായി പിതാവ് പറയുകയാണ്, ആ IB ഓഫീസറുടെ പിതാവ് പറയുകയാണ്, അവള് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് തളർന്നു പോയെന്ന്, അവൾക്ക് സംസാരിക്കാൻ സാധിക്കുന്നില്ല എന്ന്. ഇനി കുറച്ച് കഴിയുമ്പോഴേ അവളൊന്ന് നേരെയായി വരുമ്പോൾ മാത്രമേ അവൾക്ക് എന്തെങ്കിലും സംസാരിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് വളരെ ദയനീയതയോടുകൂടി നമ്മളെ നോക്കുന്ന ആ പിതാവിനെയാണ് കാണാൻ സാധിച്ചത്. ഒരു സമയത്ത് മോടെ വിഷമം, മറുവശത്ത് സ്വന്തം ഭാര്യ തളർന്നു കിടക്കുന്ന ഒരു വിഷമതയാണ് അദ്ദേഹത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും പൊതുസമൂഹമാണ് ആ കുടുംബത്തിന് ഒരു ധൈര്യം കൊടുക്കേണ്ടത്. ഈ അനാസ്ഥയ്ക്കെതിരെ എല്ലാവരും രംഗത്ത് വരണം എന്നുള്ളതാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. പക്ഷേ ഞാൻ ചെയ്യുന്നത് അത് ഒരു വൃത്തിയുള്ള കാര്യമാണ്. ഒരു സൈഡിൽ അമ്മ തളർന്നു കിടക്കുന്നു, അദ്ദേഹത്തിന്റെ ഹൃദയം പൊട്ടിപ്പോകുന്ന ആകെ ഒരു മകൾ, അവർക്ക് വേണ്ടി എല്ലാ സമ്പാദ്യങ്ങളും കാത്തു സൂക്ഷിച്ച് അവളുടെ വിവാഹത്തിന് വേണ്ടി കാത്തിരുന്ന ഒരു പിതാവ്. അപ്പം അവർക്ക് തമ്മിൽ ഭാര്യയും ഭർത്താവും അങ്ങോട്ടും ഇങ്ങോട്ടും സമാധാനിപ്പിക്കാൻ സമയമില്ലാതെ പോലീസിന്റെ അനാസ്ഥ കാരണം സ്വയം ഇറങ്ങി കേസ് അന്വേഷിക്കേണ്ടി വരിക, സ്വയം ബാങ്കിൽ പോയി പൈസ എങ്ങോട്ടാണ് പോയത് എന്ന് കണ്ടുപിടിക്കുക. ഇങ്ങനെ ഈ കുറ്റാന്വേഷണത്തിന്റെ ഡിറ്റക്റ്റീവ് എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ പിതാവാണ്. അദ്ദേഹത്തിന്റെ മാനസികമായ ശക്തി കൊണ്ടാണ് അദ്ദേഹം ഇതൊക്കെ കണ്ടുപിടിക്കുന്നത്. ഒരു കാര്യം മനസ്സിലാക്കണം, നീതി നേടി കൊടുക്കാൻ പോലീസിന് കഴിവില്ലെങ്കിൽ നീതി നേടിയെടുക്കാൻ മറ്റുള്ളവർ ശ്രമിച്ചാൽ കുറ്റം പറയാൻ കഴിയില്ല. കാരണം കഴിഞ്ഞ ദിവസം 75 വയസ്സായ ഒരു മനുഷ്യൻ്റെ ഒരു മനുഷ്യൻ മരണപ്പെട്ടു. ആ ആള് എന്തുകൊണ്ടാണ് മരണപ്പെട്ടതെന്ന് പോലീസിന് അറിയാം. അതുകൊണ്ട് ഇവരുടെ ഒന്നും നീതി സ്വയം നേടിയെടുക്കാൻ ജനങ്ങളെ അനുവദിക്കരുത്. അത് നിങ്ങളുടെ അപര്യാപ്തതയാണ്, നിങ്ങളുടെ പിടിപ്പുകേടാണ് എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നീതി നിങ്ങൾ തന്നെ നേടിയെടുത്ത് കൊടുക്കണം. സ്വയം നേടേണ്ടതല്ല നീതി. അതിനാണ് നിങ്ങൾക്ക് ശമ്പളം തരുന്നത്, നിങ്ങൾ ഞങ്ങളുടെ നികുതിയിൽ നിന്ന് നിങ്ങൾ ശമ്പളം പറ്റുന്നത്. അതുകൊണ്ട് നീതി
ആ കുടുംബത്തിന് നേടിയെടുക്കാൻ പോലീസ് ഓഫീസേഴ്സിനെ മാറ്റണമെങ്കിൽ ശക്തരായ അന്വേഷണത്തിന് മികവുള്ള കഴിവുള്ള ആൾക്കാരെ അവിടത്തേക്ക് വെച്ച് സ്പെഷ്യൽ കോഡായിട്ട് അന്വേഷിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് അതിന് കഴിയുന്നില്ലെങ്കിൽ അത് CBIക്ക് കൈമാറാനുള്ള സന്മനസ്സെങ്കിലും കാണിക്കണം. അവർ ആ കേസുമായിട്ട് ആ പ്രതിക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാനും സ്വന്തം മകൾക്ക് നീതി നേടിക്കൊടുക്കാനും അവർ ശ്രമിക്കട്ടെ. അതിനുള്ള അവസരമെങ്കിലും നിങ്ങൾ ഒഴിഞ്ഞെങ്കിലും മാറിക്കൊടുക്കുക എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്. അപ്പോൾ മറ്റൊരു വിഷയമായിട്ട് ഞങ്ങൾ വീണ്ടും കടന്നു വരും. അതുവരെ നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.